Hi everybody, AEC, English Language Skills for Commerce and Management, Semester 1st, University of Calicut. So in this paper, today we are going to discuss the chapter, The Telltale Heart. The Telltale Heart is a beautiful short story written by Edgar Allan Poe. Then who is Edgar Allan Poe? Edgar Allan Poe, a notable American writer and poet. സോ അമേരിക്കൻ റൈറ്ററും അമേരിക്കൻ പോയറ്റും ഒക്കെ ആയിട്ടുള്ള എഡ്ഗർ അലൻ പോ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് ഈ പറയുന്ന ദ ടെൽ ടെയിൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ സ്റ്റോറിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മനസ്സാക്ഷി കുത്താണ്, കുറ്റബോധമാണ്. ആ കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു മനസ്സാക്ഷി കുത്ത് ചില സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യും, നമ്മളെ നിർബന്ധിതരാക്കും. അത്തരമൊരു കഥ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഗിൽറ്റ്, കുറ്റബോധം, അതുപോലെ തന്നെ കോൺഷ്യൻസ്, മനസ്സാക്ഷി, അതുപോലെ തന്നെ കൺഫെസ്, ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് ചെയ്ത ഒരു കുറ്റം ഏറ്റുപറയുന്ന ഒരാളുടെ ഒരു കഥയാണ് ഈ പറയുന്ന ചാപ്റ്റർ. സോ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്കൊന്ന് ഷോർട്ടായിട്ട് നോക്കിയിട്ട് വരാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ ഓർ ദ സ്റ്റോറി ദ ടെൽ ടെയിൽ ഹാർട്ട്. സി ഫസ്റ്റ് ഓഫ് ആൾ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു കഥ തുടങ്ങുന്നത്? ദ സ്റ്റോറി ഈസ് ടോൾഡ് ബൈ എ മാൻ ഹൂ സേസ് ഹീസ് നോട്ട് മാഡ്. താൻ ഭ്രാന്തനല്ല, അതല്ലെങ്കിൽ തനിക്കൊരു മാഡ്നെസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ, he wants to tell his story to readers. അദ്ദേഹം തൻ്റെ കഥ റീഡേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. he claims he has very sharp senses, especially hearing. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് വളരെ ഷാർപ്പായിട്ടുള്ള സെൻസസ് ഉണ്ട്, എസ്പെഷ്യലി ഹിയറിങ്, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള കേൾവി ശക്തി തനിക്കുണ്ട് എന്ന് പറയുകയാണ്. he lives with an old man he likes, but he hates the old man's vulture eyes. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഒരു ഓൾഡ് മാൻ്റെ കൂടെയാണ്. പക്ഷേ ആ ഓൾഡ് മാൻ ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഓൾഡ് മാൻ്റെ കണ്ണുകൾ മാത്രം ഇയാൾക്ക് ഇഷ്ടമല്ല. ഹി ഹെയ്റ്റ്സ് ദ ഓൾഡ് മാൻസ് വൾച്ചർ ഐസ്. അപ്പോൾ അദ്ദേഹത്തിന് വെറുപ്പാണ് ആ കണ്ണുകൾ. ആ കണ്ണുകൾ വൾച്ചർ ഐസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കഴുകൻ്റെ കണ്ണുകളാണെന്ന് പറയുന്നത്. പെയിൽ സ്കാരി ഐ ആണ്. വെളുത്ത ഒരു പേടിപ്പെടുത്തുന്ന കണ്ണുകളായിരുന്നു ആ വൃദ്ധൻ്റേത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കത് ഇഷ്ടമല്ലായിരുന്നു. ഹി ഡിസൈഡ്സ് ടു കിൽ ദ ഓൾഡ് മാൻ, നോട്ട് ഫോർ മണി ഓർ ഹേറ്റ്രഡ്, ബട്ട് ഓൺലി ടു ഗെറ്റ് റീഡ് ഓഫ് ദ ഐ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു കൊലപാതകം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ നോക്കുക, ചെറിയൊരു, അപ്പോൾ നമുക്ക് പറയാം ഒരു കണ്ണ് ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൽ അയാളൊരു മർഡർ ചെയ്യുമോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്രയെത്ര നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പല സമയത്തും മേർഡർ പോലെയുള്ള പല പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു റീസണേ അല്ല. സോ എനിവേ, അപ്പോൾ ഈ ഒരു കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ പേടിപ്പെടുത്തുന്ന കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാനം ഒടുക്കം ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ തീരുമാനിക്കുകയാണ്. ഇയാളെ കൊന്നുകളയാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ കണ്ണ് കാണണ്ടല്ലോ. പ്ലാനിങ് ദ മേർഡർ. For 7 nights, the man goes to the old man's room at midnight. അപ്പോൾ കൊല്ലാൻ തീരുമാനിച്ചതിന് ശേഷം 7 ദിവസവും ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ റൂമിലേക്ക് കയറി ചെല്ലും. മിഡ് നൈറ്റ് ആവുന്ന സമയത്ത് കയറി ചെന്നു 7 ദിവസവും. പക്ഷെ കൊല്ലാൻ പറ്റിയില്ല. ആ 7 ദിവസവും കൊല്ലാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹി ഷൈൻസ് എ തിൻ ലൈൻ ഓഫ് ലൈറ്റ് ഫ്രം ഹിസ് ലാൻറ്റേൺ ടു സീ ദ ഐ. കിടപ്പുമുറിയിലെത്തിയിട്ട് അദ്ദേഹം ലാൻറ്റേൺ, ആ റാന്തൽ വിളക്ക്, ചെറിയ രീതിയിൽ ആ റാന്തൽ വിളക്കിലെ തിരിയൊക്കെ തെളിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ റാന്തൽ വിളക്ക് ഇങ്ങനെ അടുപ്പിച്ച് നോക്കും. എവറി ടൈം ദ ഓൾഡ് മാൻസ് ഐ ഈസ് ക്ലോസ്ഡ്, സോ ഹി കൻ നോട്ട് കിൽ ഹിം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാൾ ഉറങ്ങുകയാണല്ലോ, അപ്പോൾ ഇയാളുടെ കണ്ണ് അടച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ഇയാൾക്ക് കൊല്ലാൻ തോന്നുന്നില്ല. ഈ കണ്ണ് കാണുന്ന സമയത്താണ് ഇയാൾക്കൊരു ടെംപ്റ്റേഷൻ, കൊല്ലാനായിട്ടൊരു ടെംപ്റ്റേഷൻ ഉള്ളത്. കൊല്ലാൻ വേണ്ടിയിട്ട് പോകും. പക്ഷേ ആ കിടപ്പുമുറിയിൽ എത്തിയിട്ട് ഇയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണ് അടച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഇയാൾ കൊല്ലാതെ തിരിച്ചു പോരും. ഹി വെയിറ്റ്സ് വെരി പേഷ്യൻ്റ്ലി, പ്രൗഡ് ഓഫ് ഹിസ് കെയർഫുൾ പ്ലാനിങ്. അദ്ദേഹം വളരെ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നു എന്ന് പറയുകയാണ്. ദ 8th നൈറ്റ്, അങ്ങനെ 8ാമത്തെ ദിവസമാണ് ഈ കൊലപാതകം, മർഡർ നടക്കുന്നത്. ദ 8th നൈറ്റ്, ദ കില്ലിംഗ്.
ഓൺ ദ 8th night the old man wakes up and becomes frightened. അപ്പോൾ 8ാമത്തെ രാത്രി ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അയാളുടെ കിടപ്പുമുറിയിൽ എത്തിയ സമയത്ത് നോക്കിയ സമയത്ത് ഈ മനുഷ്യന്, ഈ വൃദ്ധനായ മനുഷ്യന് എണീക്കുകയാണ്, ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്, എന്തോ പേടിച്ചിട്ട് ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. ദ നെറേറ്റർ ഹിയേഴ്സ് ദ ഓൾഡ് മാൻസ് ഹാർട്ട് ബീറ്റിംഗ് ലൗഡ്ലി ഇൻ ഫിയർ. അപ്പോൾ ഇയാൾ എണീറ്റ സമയത്ത് നെറേറ്ററിന് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ആ വൃദ്ധനായ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ തൻ്റെ ചെവിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ സൗണ്ട് ഗ്രോസ് ലൗഡർ ആൻഡ് മേക്സ് ഹിം നെർവസ്. ആ ഒരു സൗണ്ട് അങ്ങനെ ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ ആ ഒരു സൗണ്ട് അങ്ങനെ കൂടി വരികയും ഈ പറയുന്ന മനുഷ്യൻ നെറേറ്റർക്ക് ഒരു നെർവസ്നെസ്, ഒരു പേടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് വളരുകയും ചെയ്തു. ഫൈനലി ഹി അറ്റാക്സ്, പുൾസ് ദ ബെഡ് ഓവർ ദ ഓൾഡ് മാൻ ആൻഡ് കിൽസ് ഹിം. അങ്ങനെ ഇദ്ദേഹം ആ വൃദ്ധനായ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുകയാണ്, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. ദ ബീറ്റിംഗ് ഹാർട്ട് സ്റ്റോപ്സ് ആൻഡ് ഹി ഫീൽസ് റിലീവ്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം നിന്നു. അതിൻ്റെ അർത്ഥം ഹീസ് ഗോൺ, ആ ഒരു വൃദ്ധനായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു റിലീഫ് തോന്നി. ഒരു റിലീഫ് ഈ പറയുന്ന നെറേറ്ററിന്, ഈ സ്റ്റോറിയിലെ ഈ ഒരു മനുഷ്യന് ഒരു റിലീഫ് തോന്നുകയാണ് ആ സമയത്ത്. ദെൻ ഹൈഡിങ് ദ ബോഡി, ഹി കട്ട്സ് ദ ബോഡി ഇൻ ടു പീസസ്. അദ്ദേഹം ആ ഒരു ഡെഡ് ബോഡി പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ഹൈഡ്സ് ദ പീസസ് അണ്ടർ ദ ഫ്ലോർ ബോർഡ്സ് ഇൻ ദ റൂം. അങ്ങനെ ആ റൂമിലുള്ള താഴെ തറയുടെ ഫ്ലോറിൻ്റെ അടിയിൽ അദ്ദേഹം ഈ ഒരു ഡെഡ് ബോഡീസൊക്കെ ഹൈഡ് ചെയ്യുകയാണ്. ഹി ക്ലീൻസ് ദ റൂം സോ കെയർഫുള്ളി ദാറ്റ് നോ വൺ ക്യാൻ സീ എനി ട്രേസ് ഓഫ് ദ ക്രൈം. എന്നിട്ട് അവിടെ ഫുൾ അദ്ദേഹം കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ആരും ഇത് കണ്ടുപിടിക്കാൻ പാടില്ല, ഈ ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ട്രേസ് ആർക്കും കിട്ടാൻ പാടില്ല, ഒരു എവിഡൻസും ആർക്കും കിട്ടാൻ പാടില്ല. But police visit. A neighbor heard a scream and called the police. ഒരു നൈബർ ഈ പറയുന്ന സ്ക്രീം, അലർച്ച ഈ റൂമിൽ നിന്ന് കേൾക്കുകയും അദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് അങ്ങോട്ടേക്ക് വരികയാണ്. ദ പോലീസ് കം ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. പോലീസ് വന്നാണ്ട് ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ദ നെറേറ്റർ ഫീൽസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഇൻവൈറ്റ്സ് ദം ഇൻസൈഡ്. അപ്പം നെറേറ്റർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ആ പോലീസുകാരെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ഈവൻ പ്ലേസസ് ഹിസ് ചെയർ റൈറ്റ് അബൌവ് ദ ഹിഡൻ ബോഡി ടു ഷോ ഹി ഹാസ് നത്തിങ് ടു ഹൈഡ്. അപ്പോൾ അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് അഭിനയിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രട്ടൻഡ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ചെയർ ഇട്ടിരിക്കുന്നുണ്ട്. ഈ ഡെഡ് ബോഡി മറവ് ചെയ്തതിൻ്റെ ആ ഫ്ലോർ തറയിൽ ഡെഡ് ബോഡി ഹൈഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ ഹാർട്ട്. ഇനി കഥയിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അറ്റ് ഫസ്റ്റ് ദ നെറേറ്റർ ടോക്സ് കാംലി വിത്ത് ദ പോലീസ്. ആ പോലീസുകാരായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കാമലിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പതുക്കെ ഹി ബിഗിൻസ് ടു ഹിയർ എ ഫെയിൻറ്റ് സൗണ്ട്. ഇവിടുന്ന് ഒരു മങ്ങിയ രീതിയിൽ ഒരു നേരിയ ഒരു സൗണ്ട് അങ്ങനെ കേൾക്കാൻ തുടങ്ങി. ലൈക്ക് ഹാർട്ട് ബീറ്റ് അണ്ടർ ദ ഫ്ലോർ. ഒരു ഹാർട്ട് ബീറ്റ് പോലത്തെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ആ സൗണ്ട് ഫ്ലോറിൽ നിന്നാണ് വരുന്നത്. ദ സൗണ്ട് ഗ്രോസ് ലൗഡർ ആൻഡ് ലൗഡർ. ആ സൗണ്ട് പതുക്കെ ലൗഡർ ആവാനായിട്ട് തുടങ്ങുകയാണ്, ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങുകയാണ്. ഹി തിങ്സ് ദ പോലീസ് ആൾസോ ഹിയർ ഇറ്റ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ കേൾക്കുന്നത് പോലെ ചിലപ്പോൾ ഈ പോലീസുകാരും കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു മിഥ്യാധാരണയാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ആ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുകയാണ്. കാരണം ഇയാളൊരു കൊലപാതകം ചെയ്തു. അപ്പോൾ ആ ഒരു ഗിൽറ്റ്, ആ ഒരു കുറ്റബോധം ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എത്ര റിലീഫ് കിട്ടിയാലും താനൊരു കൊലപാതകം ചെയ്തു, താൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു ഉപബോധ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു തോന്നലായിരിക്കാം ഈ ഒരു ഹാർട്ട് ബീറ്റ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, so the sound grows louder and louder. He thinks the police also hear it but are pretending not to. And the noise drives him crazy with guilt and fear. അപ്പോൾ ഈ ഒരു നോയ്സ് അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് ഗിൽറ്റ് വരികയാണ്. കൂടുതൽ ഗിൽറ്റ്, അതുപോലെ തന്നെ കൂടുതൽ ഫിയർ, ഈ രണ്ട് എലമെൻറ്റും വരികയാണ്. കുറ്റബോധവും അതുപോലെ തന്നെ പേടിയും വരികയാണ്. ദ കൺഫെഷൻ, ഒടുക്കം അദ്ദേഹം തുറന്നു പറയുകയാണ് താൻ കുറ്റം ചെയ്തു എന്നുള്ളത്. Unable to bear the sound anymore, he screams that he killed the old man. അപ്പോൾ ഈ ഒരു സൗണ്ട് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഓപ്പണായിട്ട് പറയുകയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട്, ആ മനുഷ്യനെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞു. ആൻഡ് ഹി ടെൽസ് ദ പോലീസ് ടു ടിയർ അപ്പ് ദ ഫ്ലോർ ബോർഡ്സ്. എന്നിട്ട് താഴെ ആണല്ലോ മറവ് ചെയ്തിട്ടുള്ളത്, ഹൈഡ് ചെയ്തിട്ടുള്ളത്, ബോഡി കട്ടായിട്ട് ഈ പറഞ്ഞ പോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഹി സേസ് ദ നോയ്സ് ഈസ് ദ ഡെഡ് മാൻസ് ഹാർട്ട് ബീറ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, താൻ കേട്ട ആ ഒരു
ഒരു ശബ്ദം എന്ന് പറയുന്നത് ആ മരിച്ച മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റിംഗ് ആണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റോട് കൂടിയിട്ട് ഇതൊരു ഗോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കേണ്ടതില്ല. പകരം അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. താൻ ചെയ്ത ഒരു കൊലപാതകം, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഒരു ഗിൽറ്റായിട്ട്, ആ ഉപബോധ മനസ്സിലൊരു സംഭവം ഒരു ഗിൽറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കാം ആ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. നോക്കാം ഇതിൻ്റെ മെയിൻ ഐഡിയാസ് അതല്ലെങ്കിൽ തീംസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെഫിനറ്റ്ലി ഗിൽറ്റ്, കുറ്റബോധം. ഈവൻ ദോ ഹി ഹൈഡ്സ് ദ ക്രൈം, ഹിസ് ഗിൽറ്റി മൈൻഡ് കനോട്ട് ഹൈഡ് ഇറ്റ്. താനൊരു കൊലപാതകം ചെയ്തു, അത് ആ ഒരു ക്രൈം ഹൈഡ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അതിൻ്റെ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതിന് ഈ പറയുന്ന കൊലപാതകം, ആ ഒരു ക്രൈം അത് ഒളിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. സോ ഗിൽറ്റ് ഒരു തീമായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഐഡിയ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. ദ നെക്സ്റ്റ്, മാഡ്നെസ്. ഹി സേസ് ഹി ഈസ് സെയിൻ ബട്ട് ഹിസ് ആക്ഷൻസ് ഷോ മാഡ്നെസ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമില്ല, മെൻ്റലി ഹീസ് ഓക്കെ എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങുമെന്നെങ്കിൽ പോലും ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹീസ് നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ഹിസ് ആക്ഷൻ ഷോ മാഡ്നെസ്. ദെൻ കോൺഷ്യൻസ്. ദ ഹാർട്ട് ബീറ്റ് ഈസ് റിയലി ഹിസ് ഗിൽറ്റ് കോൺഷ്യൻസ് പണിഷിങ് ഹിം. അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺഷ്യസ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സാക്ഷി, കോൺഷ്യൻസ്, ആ ഒരു മനസ്സാക്ഷി. അപ്പോൾ ഈ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാക്ഷി കുത്ത്, അത് കാരണമാണ് ഈ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നത്. ദെൻ ട്രൂത്ത് ക്യാൻഡ് ഹൈഡ്. ട്രൂത്ത് കനോട്ട് ഹൈഡ് ഫോർ എവർ. സത്യം ഒരിക്കലും കുറേ കാലത്തേക്കായിട്ട് മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. വൺസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഔട്ട്. ഒരിക്കലും അതെന്തായാലും പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു 3-4 തീംസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇതിലൊത്തിരി സിംബൽസ് ഉണ്ട്. അതായത് ദ ഓൾഡ് മാൻസ് ഐ, ഈ വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണൊരു സിമ്പിളാണ്. സിമ്പിൾ ഓഫ് നരേറ്റേഴ്സ് ഒബ്സഷൻ ആൻഡ് മാഡ്നെസ് റെപ്രസെൻറ്റ്സ് ഈവിൾ, ഫിയർ ആൻഡ് ബീയിങ് വാച്ചഡ്. അതായത് ഒരു ഈവിൾ ഫോഴ്സിൻ്റെ, അല്ലെങ്കിൽ ഒരു ഫിയർ എന്നുള്ളൊരു എലമെൻറ്റിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ടാണ് ഇതിലൊരു കണ്ണ്, ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് ഈ ഒരു കണ്ണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത്. വൾച്ചർ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കഴുകൻ്റെ കണ്ണുകൾ. കഴുകൻ എന്ന് പറയുന്നത് കൊത്തിവലിക്കുന്ന, അതല്ലെങ്കിൽ വിയേർഡായിട്ടുള്ള ഒരു പക്ഷിയാണ്. പ്രാവിനെ പോലെയല്ല, സമാധാനത്തിൻ്റെ സിമ്പലല്ല, നേരെ മറിച്ച് വയലൻസിൻ്റെ സിമ്പലാണ്, അതല്ലെങ്കിൽ ഈവിൾ ഫോഴ്സിൻ്റെ സിമ്പലായിട്ടൊക്കെ പറയാം. ദെൻ ദ ഹാർട്ട് ബീറ്റ്, സിമ്പിൾ ഓഫ് ഗിൽറ്റ് ആൻഡ് കോൺഷ്യൻസ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നൊരു സിമ്പലാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ കുറ്റബോധത്തിൻ്റെയോ മനസാക്ഷിയുടെയൊക്കെ, മനസാക്ഷിക്കുത്തിൻ്റെയൊക്കെ ഒരു സിമ്പലായിട്ടാണ് ഹാർട്ട് ബീറ്റിനെ ഇതിനെ കണ്ടിട്ടുള്ളത്. ദ ലൗഡർ സൗണ്ട്സ് ഷോസ് ഇന്നർ ടോർമെൻറ്റ്. അപ്പോൾ ആ ഒരു സൗണ്ട് അങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആ ഒരു മനസ്സിൻ്റെ മനസ്സിൻ്റെ ആ ഒരു കനം, ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വേദന, അല്ലെങ്കിൽ ആ ഒരു വേദനയിലെ ആ ഒരു കുറ്റബോധം, ആ ഒരു ഗിൽറ്റ്, അതിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോഴ്സസ് ഹിം ടു കൺഫെസ്. ആ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിനെ എല്ലാം ഏറ്റുപറയാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നതും. ദെൻ ഡാർക്ക്നെസ്, അതല്ലെങ്കിൽ നൈറ്റ് ഇതിലൊരു സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്ന് വെച്ചാൽ സിമ്പിൾ ഓഫ് സീക്രസി ആൻഡ് ഈവിൾ ഫോഴ്സിൻ്റെ പ്രതീകമായിട്ട്, അതല്ലെങ്കിൽ സീക്രസി, അതായത് ആ രാത്രിയിലാണല്ലോ കൊലപാതകം ചെയ്യുന്നത് സീക്രട്ടായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ട് ഡാർക്ക്നെസ്, അതല്ലെങ്കിൽ നൈറ്റിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഷോസ് ഹൗ ക്രൈംസ് ഹൈഡ് ഇൻ ദ ഡാർക്ക് ബട്ട് കനോട്ട് സ്റ്റേ ഹിഡൻ ഫോർ എവർ. ദെൻ ദ ഹൗസ്, ആ ഒരു വീട്, അത് ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് നരേറ്റേഴ്സ് മൈൻഡ്. നമുക്ക് വേണമെങ്കിൽ നരേറ്ററുടെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് ആ വീടിനെ കാണാം. കാരണം ഹൈഡിങ് ദ ബോഡി അണ്ടർ ദ ഫ്ലോർ ബോർഡ്സ്, ഹൈഡിങ് ഗിൽറ്റ് ഇൻസൈഡ് ഹിംസെൽഫ്. അപ്പോൾ ആ ഒരു വീട്, അതല്ലെങ്കിൽ ആ ഒരു ഫ്ലോർ ബോർഡ് എന്ന് പറയുന്നത്, അവിടെയാണ് ഇയാളുടെ ഡെഡ് ബോഡി മറവ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു സീക്രട്ട് മറവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നരേറ്ററിൻ്റെ മനസ്സുമായിട്ട് കമ്പയർ ചെയ്യാം. അയാളുടെ ഒരു മൈൻഡാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയാൾ ചെയ്ത ഒരു ക്രൈം അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൽ അദ്ദേഹം ഹൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഹൈഡ് ചെയ്യുകയാണ്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ബട്ട് ഗിൽറ്റ് സ്റ്റിൽ എസ്കേപ്സ് ജസ്റ്റ് ലൈക്ക് ദ ഹാർട്ട് ബീറ്റ്. ആ പുറത്തേക്ക് വരുന്ന ഹാർട്ട് ബീറ്റ് പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു കുറ്റബോധം, ആ ചെയ്ത ആ ഒരു ക്രൈം എന്ന് പറയുന്നത് പുറത്തേക്ക് ചാടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ തരം സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയെ അനലൈസ് ചെയ്യാം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ ഈ കഥ എന്ന് പറയുന്നത് എ മാൻ കിൽസ് ആൻ ഓൾഡ് മാൻ ബിക്കോസ് ഹി ഹേറ്റ്സ് ഹിസ് ഐ. അതായത് ഒരു വൃദ്ധനായ മനുഷ്യനെ കൊന്നുകളയുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണുകൾ ഇഷ്ടമല്ല, കണ്ണുകൾ പേടിയാണ്, അതിനെ വെറുക്കുന്നു.
ഹി ഹൈഡ്സ് ദ ബോഡി, ആ ബോഡി അദ്ദേഹം മറവ് ചെയ്യുന്നുണ്ട്, ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ബട്ട് ലേറ്റർ ഹിയേഴ്സ് എ ലൗഡ് ഹാർട്ട് ബീറ്റ് ദാറ്റ് മേക്സ് ഹിം കൺഫെസ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്ന ഒരു ഹാർട്ട് ബീറ്റ്, ഈ മരിച്ച ആളുടെ ഹാർട്ട് ബീറ്റ് ഇയാൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരികയാണ്. ആ ഒരു തോന്നലിൽ അദ്ദേഹം താൻ ചെയ്ത കുറ്റം കൺഫെസ് ചെയ്യുകയാണ്. ദ സ്റ്റോറി ഷോസ് ഹൗ ഗിൽറ്റ് ആൻഡ് മാഡ്നസ് ക്യാൻ ഡിസ്ട്രോയ് എ പേഴ്സൺ. അപ്പോൾ ഒരാളുടെ ഗിൽറ്റ്, കുറ്റബോധം, അതുപോലെ തന്നെ ഒരാളുടെ മനസ്സാക്ഷി, അതുപോലെ തന്നെ മാഡ്നസ്, ഇതൊക്കെ എത്രത്തോളം ഒരാളെ നശിപ്പിക്കും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഈ ഒരു കഥയെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗിൽറ്റ്, അതല്ലെങ്കിൽ കോൺഷ്യൻസ്, മനസ്സാക്ഷി അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഒരാളെ വേട്ടയാടുമ്പോൾ ചിലപ്പോൾ ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യും, തുറന്നു പറയും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഒത്തിരി സിമ്പിൾസ് ഉണ്ട്, ഒത്തിരി തീംസുകളുണ്ട്, കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കണ്ണ്, ആ ഒരു കണ്ണിനെ പേടിച്ചിട്ട്, ആ ഒരു കണ്ണിനെ വെറുത്തിട്ട് ഇദ്ദേഹം ഒരു കൊലപാതകം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ കൊലപാതകം ചെയ്ത ആ ഒരു ക്രൈം അദ്ദേഹം ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ മനസ്സിനത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു കുറ്റബോധം, അതല്ലെങ്കിൽ ആ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന സംഭവം, അത് ഈ ഒരു കാര്യത്തിനെ, ഈ താൻ മറച്ചു വെച്ച ആ ഒരു കുറ്റം, താൻ മറച്ചു വെച്ച ആ ഒരു ക്രൈം അതിനെ പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. സോ ദിസ് ഈസ് ദ സ്റ്റോറി. എനിവേ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.